ഹായ്, നമുക്കിന്നൊരു വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ തേങ്ങ, വെളുത്തുള്ളി, കുറച്ച് സവോള, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കാമെന്ന് വെച്ചാൽ ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നല്ലപോലെ മൂപ്പിച്ച് വറുത്തെടുക്കാം. അത് നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാണ്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ട സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ഉപ്പ് മഞ്ഞളും ഇട്ട് പുരട്ടി വെക്കാം. എന്നിട്ട് കറി വെക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നത് വെച്ചാൽ ഗോൾഡൻ ബ്രൗൺ കളറിൽ ആക്കിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ബാക്കി തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ വഴറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ആ വഴറ്റിയെടുത്തതിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടിയിട്ട് ചേർത്തെടുക്കുക, മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണമെല്ലാം പോകുന്നവരെ, പച്ചമണമെല്ലാം പോകുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്ന മഞ്ഞളും ഉപ്പും ഇട്ട് മാറ്റി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അത് മിക്സ് ആകുന്നിടം ചിക്കൻ്റെ അകത്തൊക്കെ ഇത് പിടിക്കുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുത്ത് വെള്ളം ഒഴിക്കാൻ ഇത് സ്കിപ്പായിപ്പോയി. വെള്ളം ഒഴിച്ച് അടച്ച് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിക്കൻ നമുക്ക് റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന വറുത്തരച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇതും ചേർത്ത് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ, നിങ്ങൾക്ക് കുരുമുളക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും കുരുമുളക് പൊടി ഇടുന്ന ഇഷ്ടമാണ്. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇച്ചിരി മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നിങ്ങളുടെ കറി താളിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി എണ്ണയും സവോളയും കൂടി ഇട്ട് താളിച്ച് കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണത്. എന്നിട്ട് നമ്മൾ കറി മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് സവോള ഇട്ട് ഒന്ന് ചൂടായി താളിച്ചിട്ട് നമ്മുടെ റെഡിയായ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറിയാണ്, നല്ല ടേസ്റ്റി കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് കറിയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു.